ഷാനിബ, CDMRPയുടെ വൊക്കേഷണൽ റിഹാബ് കോർഡിനേറ്ററാണ്. നമ്മുടെ CDMRP പദ്ധതിയുടെ ഒരു എക്സ്റ്റൻഡ് പ്രോഗ്രാമായിരുന്നു വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. സാധാരണ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പുനരധിവാസവും ചികിത്സയും ഉറപ്പുവരുത്തുകയായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യത്തിലൊന്നെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തന്നെ മുതിർന്ന് അവരുടെ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യണമെന്ന ഒരു ചോദ്യചിഹ്നത്തിൻ്റെ ഭാഗമായി തുടങ്ങി വെച്ച പദ്ധതിയാണ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ 800-ലധികം കുട്ടികൾ ഈ വർഷം രജിസ്റ്റർ ചെയ്യുകയും 182ഓളം കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ 86 കുട്ടികൾക്ക് ഈ 6 വർഷത്തിനിടയിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടികൾക്ക് പ്രധാനമായും അവരുടെ എബിലിറ്റിയും സ്ട്രെങ്ത്തും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അസസ്മെൻറ്റ് ടൂളിലൂടെയാണ് കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തുന്നതിനാവശ്യമായുള്ള വിവിധ പദ്ധതികളാണ് അവിടെ ആവിഷ്കരിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ ഇപ്പം കോഴിക്കോട് നടന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് പരിപാടികളിൽ നമ്മുടെ വിദ്യാർത്ഥികളെ വളണ്ടിയേഴ്സായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പ്രോഗ്രാമുകളിൽ CDMRP ഉൾപ്പെടുത്തുകയും അതിലുള്ള മുതിർന്ന ബുദ്ധിവികാസ വൈകല്യമുള്ള വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ഏത് മേഖലയിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇന്ന് കേരള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അതിനു വേണ്ടിയിട്ടുള്ള പുതിയ സഹജീവനം പോലുള്ള പ്രചോദനം പോലുള്ള പദ്ധതികളാണ് സർക്കാർ ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലകളിലും ഈ പ്രചോദന പദ്ധതി നടപ്പിലാക്കി വരികയാണ് സർക്കാർ ഇപ്പോൾ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന പലതരം നൂതന പരിപാടികളും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും CDMRP എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പദ്ധതിയിൽ നമ്മുടെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ശേഷം അവർക്ക് ജോലി എന്ന ഒരു വലിയൊരു വെല്ലുവിളി നേരിടുന്ന സമയത്ത് സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ആ പദ്ധതിയിൽ 3 പേർക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് ജോബ് നൽകിക്കൊണ്ടാണ് ഒരു പുതിയ നൂതന ചുവടുവെപ്പ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അത് തന്നെ അവരുടെ മറ്റെല്ലാ 5-ലധികം കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ കഴിവുകളും ആ ജോലിയോടൊപ്പം ചെയ്യാൻ ഭാഗത്തിൽ തന്നെയാണ് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും കാണാൻ പറ്റും. അങ്ങനെ ഈ ബുദ്ധിവികാസ വെല്ലുവിളികൾ നേരിടുന്ന 3 വ്യക്തികൾ ജോലി ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡെൻ്റൽ അസിസ്റ്റൻറ്റ്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നൊക്കെ രീതികളിലൊക്കെ കുട്ടികൾ പല മേഖലയിലും ഇപ്പോൾ ഹൈലൈറ്റ് മാളിലുള്ള വെസ്റ്റ് സൈഡിൽ ഈ എക്സിക്യൂട്ടീവ് ഇൻവെൻട്രി എന്നൊരു പോസ്റ്റിലൊക്കെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇവർക്ക് കടന്നു ചെല്ലാൻ പറ്റുമെന്ന പാകത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് CDMRP വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൂടെ ഓരോ മനുഷ്യൻ്റെ മനസ്സുകളിലേക്കും ഒരിടമുണ്ട്, ഇവർക്ക് വേണ്ടി ഒരു ഇടം കണ്ടെത്തേണ്ടതുണ്ട് എന്ന ഒരു വലിയൊരു ഉത്തരം നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ PSCകളിൽ പോലും മലപ്പുറം ജില്ലയിലുള്ള ഒരു വിദ്യാർത്ഥി PSC മുഖേന ജോലി കിട്ടിയ അറിവുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ എല്ലാ മേഖലകളിലേക്കും ഇവരെ എത്തിക്കാൻ വേഗത്തിൽ ഭിന്നശേഷി സൗഹൃദ കേരളമാക്കി മാറ്റാനുള്ള വലിയൊരു ചുവടുവെപ്പാണ് സർക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നിലവിൽ കാഴ്ചാപരിമിതരായ സമൂഹം നിരവധി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രയാസങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്, ഇതെങ്ങനെ മറികടക്കുന്നു എന്നതിനെ പറ്റിയുള്ളൊരു ചെറിയ ഡാർക്ക് റൂമാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ കാഴ്ചയുള്ള ആളുകളെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു കാട്ടിലൂടെ കൊണ്ടുപോകുന്നു. കാട്ടിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും അരുവികളുടെയൊക്കെ ശബ്ദമുണ്ടാകും. ആ ശബ്ദം കേട്ടിട്ട് അവരെന്ത് വേണം, ആ ശബ്ദം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം പിന്നീട് നമ്മളൊരു പച്ചക്കറി മാർക്കറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വിവിധ തരം പച്ചക്കറികളുണ്ടാവും. തൊട്ടും മണത്തും പച്ചക്കറികളെ തിരിച്ചറിയുവാനുള്ള പ്രാപ്തി കാഴ്ചയില്ലാത്തവർക്കുണ്ട്. അതുപോലെ അവർക്ക് പച്ചക്കറികൾ കാണിച്ചുകൊണ്ട് ഏതൊക്കെ പച്ചക്കറികളാണെന്ന് അവരോട് ചോദിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് ചെറിയൊരു മാർക്കറ്റിലേക്കാണ്, ഉത്സവപ്പറമ്പിലേക്കാണ്. ഈ ഉത്സവപ്പറമ്പിൽ ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാവും. അതുപോലെ വിവിധ ടോയ്സുകളുണ്ടാവും. PP അങ്ങനെയുള്ള ഒരുപാട് ടോയ്സുകൾ അവിടെ ശബ്ദം കേൾക്കാം. അവർക്ക് ആ ശബ്ദം കേട്ട് ഏത് ടോയ്സ് ആണെന്ന് മനസ്സിലാക്കാം. തൊട്ടിട്ട് ഇത് ഏത് ടോയ്സ് ആണെന്ന് മനസ്സിലാക്കാം. അത്തരത്തിൽ കാഴ്ചയില്ലാത്തവരുടെ ലോകം കാഴ്ചയുള്ളവർക്ക് മനസ്സിലാക്കുവാനുള്ളൊരു അവസരമാണ് ഈ ചെറിയൊരു ഡാർക്ക് റൂം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാഴ്ചശക്തി കുറവുള്ളവർ അവരെന്തൊക്കെയാ അവരുടെ ലോകം എന്താ, അതായത് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അതായത് എനിക്കിതൊരു ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. ചെറിയൊരു പേടി തോന്നി, പക്ഷേ അവരുടെ ഡെയിലി ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം. പേടി തോന്നിയില്ലെങ്കിൽ പിന്നീട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.